ലൈഫിൽ എന്താ നടക്കുന്നെന്ന് വല്ല ബോധമുണ്ടോ? മുട്ടിയിട്ടൊന്നും നിൽക്കുന്നില്ലായിരുന്നു. അല്ലല്ല, ഞാൻ വേറൊരു കമന്റ് കണ്ടു, ആരാണ് പറഞ്ഞതെന്ന് അറിയില്ല, ഞാൻ അതിങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. വേണമെങ്കിൽ ആരോടും പറയാതെ രണ്ട് റിലേഷൻസ് ഒക്കെ വെക്കാം, കുഴപ്പമില്ല, പക്ഷെ പുറത്ത് പറയരുത്. അതൊക്കെ തെറ്റല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ പറയാവോ? ഓ ഫ്രം ഇന്ത്യ കേരള, ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. താങ്ക് യു. ടോപ്പിക് പെട്ടെന്ന് സ്റ്റാർട്ടിങ് കുളിക്കാൻ പറ്റുക. ഹായ് ഷാസ്, തെറ്റല്ലേ? ഡേ ഇൻ മൈ ലൈഫ്. വണക്കം ഡിയർ. ഒരു കറക്റ്റ് പ്ലാനിങ്ങിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരാളല്ല, കറക്റ്റ് ഷെഡ്യൂൾ ഉള്ള ഒരാളല്ല. നോർമലി എണീക്കാറ് അങ്ങനെ ഷെഡ്യൂൾഡ് തിങ്സ് ഒന്നുമില്ല. കുറച്ച് കഞ്ഞിവെള്ളം എടുക്കട്ടെ? ഞാൻ ഒരു 6 മണി 7 മണിയാകുമ്പോൾ എണീക്കും. എൻ്റെ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ 7 മണിക്ക് എണീക്കും. ആ റൊട്ടീൻ ആകുമ്പോൾ ഉറക്കം അങ്ങ് പോകുമല്ലോ, അപ്പോൾ എണീക്കും. ഡെയിലി ലൈഫിൽ നമ്മള് പ്രവാസി ആകുമ്പോൾ ഡെയിലി ലൈഫ് ഫോളോ ചെയ്യാൻ പറ്റൂല. ക്യാമറ ഞാൻ ചെയ്യുന്നുണ്ട്, എഡിറ്റിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്, ഇനി എന്താ വേണ്ടത്? ഡെയിലി ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ള ചോദ്യം ചോദിച്ചു വരണ്ട. നിങ്ങളുടെ ബിസി ലൈഫ്, എന്റെ ബിസി ടോക്ക്. സത്യം പറഞ്ഞാൽ മതി. രാവിലെ എണീക്കാറുണ്ട്, വിശക്കുമ്പോ ഫുഡ് കഴിക്കാറുണ്ട്, ഉറക്കം വരുമ്പോ ഉറങ്ങാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഡെയിലി ലൈഫിൽ സ്വന്തം നല്ലതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഹെൽത്ത് നോക്കുന്നുണ്ടോ? ബ്യൂട്ടി നോക്കുന്നുണ്ടോ? ഞാൻ ബോഡി ബിൽഡറാ. അതിനിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല ഞാനൊന്നും. ഓക്കെ, എന്നെ വീഴ്ത്താൻ എനിക്കല്ലാതെ വേറെ ആർക്കും പറ്റൂല. അപ്പൊ തുടങ്ങാം. ഹായ്, മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്ന് എന്ത് ടോപ്പിക്കാണ് എടുക്കേണ്ടത്? ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പറയുക, എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടോ എന്ന്. ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ടോക്ക് ഷോ ആണ്, 10 മണി മുതൽ 11 മണി വരെ ഡെയിലി ഓരോ ടോപ്പിക്സ് ആണ് ചൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്സ് പറയാം, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. ഗസ്റ്റ് എടുക്കുന്നതാണ്. പക്ഷേ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറയുകയാണ്. ലൈക്ക് അഡോൾട്ട് കണ്ടന്റ് വേണ്ട, ആൻഡ് വയലേഷൻസ് വേണ്ട, പൊളിറ്റിക്സ് എനിക്ക് താല്പര്യമില്ല, ആൻഡ് ജനറൽ നോളജ് എനിക്ക് അറിയില്ല. ഓക്കെ, നോർമലി എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന, ആർക്കും ഗസ്റ്റ് വന്ന് സംസാരിക്കാൻ കോൺഫിഡൻസോടെ പറ്റുന്ന കോമൺ ടോപ്പിക്ക്. പിന്നെ ഇതൊരു ഡിബേറ്റ് അല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ബിസി ലൈഫിൽ നിന്ന് ചെറിയൊരു ടൈം. അവിഹിതം വേണോ? അവിഹിതം മുന്നേ സംസാരിച്ചിട്ടില്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയാം, ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആദ്യം ലൈവിൽ വരണം, ലൈവിൽ ഗസ്റ്റ് ആയിട്ട് വരണം, എന്നിട്ട് ആളുടെ അവിഹിതത്തിനെ കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ആളുടെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ സംസാരിക്കണം. ഓക്കെ ആണോ? അത് ഓക്കെയാണ്, ഞാൻ എടുക്കാം. ഇവിടെ ഓഫ് കോഴ്സ് അവിഹിതമാണ് നടക്കുന്നത്, അല്ലാതെ ഞാൻ പറയില്ല. പക്ഷേ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്ന ആൾ ഈ ഒരു 1 അവർ എനിക്ക് സംസാരിക്കണമെങ്കിൽ എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യണം. ടോപ്പിക്ക് സജസ്റ്റ് ചെയ്ത കൊമ്പനോടും കൊമ്പനെ സപ്പോർട്ട് ചെയ്തത് ആരാണ്? ആളും കൂടെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ അഗെയിൻ, മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് എന്തെടുക്കണം? എടാ, ഫിൽറ്റർ കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, പറ. അവിഹിതം എന്നുള്ളൊരു ടോപ്പിക് സജഷൻ വന്നിട്ടുണ്ട്. കൊമ്പൻ റെഡിയാണെന്ന് വിചാരിക്കുന്നു. കൊമ്പൻ, അവിഹിതം ഓക്കെ അല്ലേ? ഫസ്റ്റ് എത്ര അവിഹിതം ഉണ്ടെന്ന് പറ. അതിന് നമുക്ക് അവിഹിതം ഇല്ലല്ലോ. ഓ ശരി, 2 പേരും ഒരുമിച്ച് പ്രണയിക്കൂ, അതാണോ ടോപ്പിക്ക്? സ്നേഹിതൻ, അങ്ങനെയാണെങ്കിൽ ലൈവിൽ ഗസ്റ്റ് റിക്വസ്റ്റ് ഞാൻ എടുക്കാം, നമുക്ക് സംസാരിച്ച് തുടങ്ങിയാലോ? 2 പേരും ഒരുമിച്ച് പ്രണയിക്കുന്നതൊക്കെ തെറ്റല്ലേ ഉണ്ണി? ഓക്കെ, നമുക്ക് നോക്കാം വേറെ എന്തൊക്കെ ടോപ്പിക് സജഷൻസ് ആണ് വരുന്നത്. ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെയാണ്. ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ഉണ്ടാകും. ഇന്നത്തെ ടോപ്പിക്സിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടാണ്. എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. ഓക്കെ, അത് തെണ്ടിത്തരല്ലേ? അതൊക്കെ തെറ്റല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ പറയാവോ? വേണമെങ്കിൽ ആരോടും പറയാതെ രണ്ട് റിലേഷൻസ് ഒക്കെ വെക്കാം, കുഴപ്പമില്ല, പക്ഷെ പുറത്ത് പറയരുത്. താങ്ക് യു. അറിയില്ല, അവിഹിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാത്ത കാര്യങ്ങളാണ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്കത്രയേ അറിയുള്ളൂ. ഇനി ഇവർക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് എനിക്കറിയില്ല. ടാറ്റു ഒക്കെ നമുക്ക് പിന്നെ കുറേ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ടോപ്പിക്കിലോട്ട് വാ ഷെജീബ്. ടോപ്പിക് എന്താണ് സജഷൻ ഉള്ളതെന്ന്? ടോപ്പിക് എന്താണ് സജഷൻ ഉള്ളത്? ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാണ്. എവിടെ ടോപ്പിക്? എവിടെ ടോപ്പിക്? ടോപ്പിക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ നമുക്ക്? ടോപ്പിക് എൻ്റെ വളർച്ചയോ? ഓ മൈ ഗോഡ്, ഞാൻ 173 സെൻറ്റിമീറ്റർ ഉണ്ട്. ഞാൻ തേങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, ആൻഡ് എൻ്റെ അമ്മ നന്നായിട്ട് ബൂസ്റ്റ് തരുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് വളർന്നതെന്ന് തോന്നുന്നു.
ഞാനുമായിട്ട് അവിഹിതമാണോ? അതിനൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ? എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു റിയൽ ഐ ഡി ഉള്ള ആളെങ്കിലും ആണെങ്കിൽ ഞാൻ പരിഗണിക്കായിരുന്നു. ഇത് ഫേക്ക് ഐ ഡി ഉള്ള ആളേക്ക് നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുക? ഹായ് ഷാസ്, എന്താണ് പറ, ടോപ്പിക്ക് വേറെ എന്താണുള്ളത്? ടോപ്പിക് ഇല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ ടോപ്പിക്ക്, അത് നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലേന്ന് പറയാം. എൻ്റെ വളർച്ച എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോയാലോ? കുറേ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്ത് കാണാറുണ്ട് നമ്മുടെ ഒരു ദിവസത്തെ ഒരു ലോങ് ടൈം റാക്കിൻ്റെ ലൈവ്, അതൊന്നും വേണ്ട. ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാക്കും? ലഹരി ആ വയലേഷൻ കിട്ടും ബ്രോ. സെറ്റ് അല്ലേ? ഡേ ഇൻ മൈ ലൈഫ്, ഞാൻ എൻ്റെ ഡേ ഇൻ ലൈഫ് പറയുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ ഡേ ഇൻ ലൈഫ് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് എല്ലാവരും ഒന്ന് പരിഗണിക്കുക. ഓക്കെ സെറ്റ്, യെസ്, ഓക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഭൂരിപക്ഷമാണ് ഞാൻ നോക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ സിമ്പിൾ ടോപ്പിക് ആവണം. ഐഡിയയിൽ കാര്യമുണ്ട്. ഒരു ഐഡിയയിൽ നിൽക്കുന്ന, ഐഡൻറ്റിറ്റിയിൽ നിൽക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും ഓപ്പോസിറ്റുള്ള ആളുടെ ഐഡിയയിൽ വലിയ കാര്യം തന്നെ ഉണ്ട്. ഓരോരുത്തരുടെ ചൂസ് ഇല്ലേ? ഓക്കെ അല്ല, നോ എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ വേറൊരു ടോപ്പിക്ക് സജഷൻ വെക്കുക. യെസ് ഡിയർ. ഫുഡ് നമ്മൾ ടോപ്പിക് എടുത്തതാണ് മുന്നത്തെ ലൈവിൽ ഉണ്ടായിരുന്നോ? ഓക്കെ, പെട്ടെന്ന് വരാം. അപ്പോൾ അഗെയിൻ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് ഇതുവരെ വന്നിട്ടില്ല. ഇന്നത്തെ ടോപ്പിക് എന്താണ്? എന്ത് ടോപ്പിക് സജഷനാണുള്ളത്? ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര മണിക്കാണ് ഉണരുന്നത്, ഡെയിലി ലൈഫ് എങ്ങനെ പോകുന്നു, അതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കരിയർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് നേരത്തേക്ക് നമുക്ക് ടോപ്പിക്കിൻ്റെ കമൻസ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ കാണുന്നുണ്ട്. ബട്ട് ഐ എം ഫോക്കസിങ് സംതിങ് ലൈക്ക് ടോപ്പിക് സജഷൻസ്. സെൽഫ് കെയർ നല്ല ടോപ്പിക്കാണ്. സെൽഫ് കെയർ 1 hour ഞാൻ സംസാരിക്കണം. ഞാൻ എന്ത് സെൽഫ് കെയറാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു ടോപ്പിക്കാണ്. അപ്പം കില്ല റെഡിയാണോ സംസാരിക്കാൻ? ടോപ്പിക് ഓക്കെ ആണോ? കില്ല ഓക്കെ ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. കാരണം ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്ന ആൾ തന്നെ ലൈവിൽ ഫസ്റ്റ് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അത് വലിയ കണ്ണുകൊണ്ട് നോക്കിയിട്ടാ. ഓക്കെ, വേറെ എന്താണ്? ടോപ്പിക്ക് പറയുന്നത് അതുകൊണ്ടാണോ? വണക്കം ഡിയർ. ഓക്കെ, ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളെടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യം, ഞാൻ എൻ്റെ റെസ്പെക്റ്റ് മാക്സിമം കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത്, പലർക്കും പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. ഞാൻ പലപ്പോഴും ലൈവിൽ പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് വേർഡ് പറയുന്ന ആളെപ്പോലും ഞാൻ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് എനിക്ക് മനസ്സിലാവും അവരുടെ സിറ്റുവേഷൻ. മേ ബി അവരുടെ ഫാമിലിയിൽ അവർക്ക് കിട്ടിയ അവോയ്ഡിങ് അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിൽ അവരുടെ പാരൻസ് അങ്ങനെ ചെയ്യുന്നത് കണ്ടു വളർന്നവരായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരാൾ നല്ലത് പറഞ്ഞു കൊടുത്താൽ മേ ബി നന്നാവും. സോ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് പല രീതിയിലുള്ള കമൻറ്റ്സ് ചെയ്യുന്നത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരിക്കൽ നിങ്ങൾക്ക് തിരിച്ചടിക്കും. ആ അടിക്കുന്ന സമയത്ത് എൻ്റെ വാക്ക് ആലോചിക്കാം. അതുവരെ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ? ഏയ് കൂൾ ബോയിനെ അല്ല പറഞ്ഞത്, അതിൻ്റെ മുകളിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട്. എനിക്കിപ്പം ആ ഒരു കമൻറ്റ് എനിക്ക് വായിക്കാൻ ഒരു വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ സ്ക്രീൻ റെക്കോർഡർ നമുക്ക് പുറത്ത് വന്നൊരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഞാനത് വായിക്കാത്തത്. പക്ഷേ ആ കമൻറ്റ് ചെയ്യുന്ന ചേട്ടൻ്റെ അടുത്ത്, അങ്കിളിൻ്റെ അടുത്ത് പറയാനുള്ളത്, അല്ലെങ്കിൽ ആ ഒരു മോൻ്റെ അടുത്ത് പറയാനുള്ളത്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇത് ലൈവിൽ വന്ന് സംസാരിക്കാൻ മാത്രം ഇത്ര നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. PM മെസ്സേജ് ചെയ്യാം, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ? Myself Rak, I am from India, Kerala. This live session we can call BC Talk. BC Talk ഇന്ന് എൻ്റെ ടോപ്പിക്ക് ഡേ ഇൻ മൈ ലൈഫ്. നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത്,
എത്ര മണിക്ക് നിങ്ങൾ എണീക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ പോസിറ്റീവ്സ് നിങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ നെഗറ്റീവ്സ് നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് മുന്നോട്ടേക്ക്. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഓക്കെ ആണോ? ഓക്കെ, ഞാൻ പറയാം. ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഞാനൊരു കറക്റ്റ് പ്ലാനിങ്ങിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരാളല്ല, കറക്റ്റ് ഷെഡ്യൂളുള്ള ഒരാളല്ല. ഓരോ ദിവസം ഫ്ലെക്സിബിൾ ആക്കി വിടാം, പക്ഷേ മോർ ഫോക്കസ്, മോർ ഓറിയൻറ്റഡ്, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. പലരും നല്ല ഒരു ഷെഡ്യൂളൊക്കെ വെച്ച് മോർണിംഗിൽ ഇത്ര മണിക്ക് എണീറ്റ് ഇന്ന പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്ത് ഇന്ന ടൈമിൽ കിടന്നുറങ്ങി അങ്ങനെ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ അത് ഒരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്യാറില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ എൻ്റെ ഫോക്കസ് ഉണ്ടാക്കും, എൻ്റെ ഡ്രീം ഉണ്ടാക്കും, എൻ്റെ ഗോൾസ് ഉണ്ടാക്കും. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി അതിൽ തന്നെ കുറച്ചുകൂടി നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സ്മോക്കിംഗ് ടോപ്പിക്ക് പിന്നെ ആക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തു. കാരണം ഇത്ര നേരം നിങ്ങളുടെ സജഷൻസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര നേരം സജഷൻസ് വരാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ വന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും വന്നോളൂക്കില്ല. ഓക്കെ, ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏകദേശം അറിയുന്ന കാര്യങ്ങൾ. എന്താണ് ടോപ്പിക് എന്തായിരുന്നു? ടോപ്പിക്ക് ഡേ ഇൻ മൈ ലൈഫ്. ഡെയിലി റൂട്ടീനാണോ അതോ? ഡെയിലി റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നോർമലി വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാം. ഹായ് ഗൈസ്, ഞാനിപ്പം ഇത്ര മണിക്കാണ് നോർമലി എണീക്കാറ്, അങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് സംസാരിക്കാം. എന്റേതാണോ? അതെ, നിന്റേത് ഞാൻ പറയണോ? നീ എത്ര മണിക്ക് എണീക്കാറ്? ആക്ച്വലി ഞാൻ ഡിസൈനറാണ്, ക്രിയേറ്റീവ് പേഴ്സൺ. സോ എനിക്കങ്ങനെ ഒരു ഷെഡ്യൂൾഡ് തിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു 6 മണി 7 മണിയാകുമ്പോൾ എണീക്കും, ഫ്രഷ് ആവും, ഒരു 8-8:30 ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകും. കേൾക്കുന്നില്ല, എനിക്ക് കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ട്. നല്ല എനർജിയോട് കൂടി സംസാരിക്ക്. കുറച്ച് കഞ്ഞിവെള്ളം എടുക്കട്ടെ? എന്താണ് കുറച്ച് എനർജി വരുന്ന ആരാ പറഞ്ഞ? അല്ല, നമ്മള് നോർമലി ഏത് സിനിമയിൽ കേട്ട ഡയലോഗാണ്, ചുമ്മാ പറഞ്ഞു. ഞാൻ ഫുഡ് കഴിക്കണം ആക്ച്വലി. പറഞ്ഞു. ഓക്കെ, ഞാൻ ഒരു 6 മണി 7 മണിയാകുമ്പോൾ എണീക്കും, പിന്നെ ഒരു 8-8:30 ഒക്കെ ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകും. പിന്നെ അവിടെ ഡ്യൂട്ടി ഒരു 6 മണിയാകുമ്പോൾ കഴിയും, തിരിച്ചു വരും. വരുന്ന വഴിക്ക് ചില ഡേയ്സ് ഒരു ചായ എന്തെങ്കിലും കുടിക്കും, റൂമിൽ വരും. ഇതൊരു നോർമൽ ലൈഫ് സ്റ്റൈൽ അല്ലേ? അതിൽ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നമ്മുടെ എന്താ പറയാ, കരിയറിന് വേണ്ടിയിട്ട് ഒരു റൂട്ടീനാണ്. പിന്നെ ചില ടൈമിൽ ഒരു വീക്കിൽ 1 ടൈം ഞാനൊരു ബ്രേക്ക് എടുക്കും. കോൾഡ് ഇറ്റാലിയൻ വേർബില് ഡോൾസി ഫനിയന്റെ എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് മൈസെൽഫ് അലോൺ. ജസ്റ്റ് ഒരു സ്ഥലത്ത് ഇരിക്കുക, ബുക്ക് വായിക്കുക, കോഫി കുടിക്കുക, ഒബ്സർവ് എവറിത്തിങ് നാച്ചുറൽ, സ്മോൾ തിങ്സിൽ ഓരോ ബ്യൂട്ടി കണ്ടെത്തുക. അതൊക്കെ ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ സെൽഫ് കെയറിന് ടൈം കൊടുക്കുന്ന ഒരാളാണോ? അതോ യെസ്. എന്തെല്ലാം കാര്യങ്ങളിലാണ് കൂടുതൽ ചെയ്യാറ്? ഈ മെഡിറ്റേറ്റ് ചെയ്യും, ഗുഡ്, ബോക്സ് ബ്രീത്തിങ് ചെയ്യും, പിന്നെ ഞാൻ ഡ്രോ ചെയ്യും, അടിപൊളി. പിന്നെ ഇതുപോലെ ഗെയിം കളിക്കും. ഡേ ലൈഫ് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ലൈഫ് ഒരു സെക്ഷൻ, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നമ്മുടെ കരിയറിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ, നമ്മുടെ പാഷന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ, അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ റൂട്ടീൻ പോകുന്നത്? എനിക്ക് കുറെ ഉണ്ട്. ഇറ്റ് വിൽ ബി എ കൊളേജ്. പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമോട്ടോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അങ്ങനത്തെ ഒരു സെക്ഷൻ, ആർട്ടിസ്റ്റ്, ഡ്രോയിങ്, അങ്ങനത്തെ ഇതാവും. വർക്ക് എന്ന് പറഞ്ഞാൽ ഡിസൈനർ, അങ്ങനെ പോകും. അങ്ങനെ ഒരു ഡിഫറെന്റ് ഒരു മിക്സ് ഓഫ് കോളേജ് ആയിരിക്കും. നല്ല ഒരു ഷെഡ്യൂൾഡ് ലൈഫ് വന്നതിന് ശേഷം ലൈഫിൽ എന്തെങ്കിലും റിസൾട്ട് വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതില്ലെങ്കിൽ പണ്ട് മുതലേ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണോ? ഇല്ല, പണ്ട് ഷെഡ്യൂൾ ചെയ്യുന്ന പേഴ്സൺ അല്ല. ഇപ്പൊ കുറെയൊക്കെ ഇങ്ങനെ ട്രൈ ആക്കിക്കൊണ്ട് സെൽഫ് ഡെവലപ്മെന്റ്. അതിൽ റിസൾട്ട് വന്നിട്ടില്ലേ?
യെസ് ഓഫ് കോഴ്സ് ഇത് വന്നിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ലൈവ് കാണുന്ന പലർക്കും ഷെഡ്യൂൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നെന്ന് പോലും ബോധമില്ലാത്ത ആളുകളായിരിക്കും. അവരെടുത്ത് പറയാണ് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും. ഡിസിപ്ലിൻ വേണം. ഐ എം നോട്ട് പെർഫെക്റ്റ് ബട്ട് ഡിസിപ്ലിൻ ചേഞ്ച് അലോട്ട്. പിന്നെ കൺസിസ്റ്റൻസി ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നില്ലേ, ഡെയിലി ലൈവിൽ വന്ന് അതെ അതെ കഷ്ടപ്പെട്ട് റെഡിയായി വന്ന് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതെ. ദാറ്റ്സ് കോൾഡ് ഡെഡിക്കേഷൻ. അത് യെസ്, ആ ഒരു കൺസിസ്റ്റൻസി ഡെയിലി ചെയ്യാൻ പറ്റിയ റിസൾട്ട് എന്തായാലും വരും. കറക്റ്റ് കറക്റ്റ്. താങ്ക് യു. അതിലാണ് എനിക്ക് കുറച്ച് ലൈവ് കാണാനുള്ള ഒരു ഇത് തോന്നിയത്. പല ഓക്കെ. ആൾക്കാരും ഇതിൽ ഞാൻ ലൈവിൽ വന്ന് എപ്പോഴെങ്കിലും ഓക്കെ, സോറി ഫോർ ഇന്ററപ്റ്റ്. എന്റെ ലൈവ് വാച്ച് ചെയ്യുന്ന പലർക്കും അറിയാം ഞാനൊരു പ്രോഗ്രാം സ്റ്റൈലിലാണ് ചെയ്യുന്നത്, ബിക്കോസ് ഐ ഹാവ് എക്സ്പീരിയൻസ് ഇൻ TV ചാനൽ. അതെ അതെ അതുകൊണ്ട് ഇതൊരു ചാനൽ മോഡിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ലൈവിൽ വരുന്ന കമന്റ്സ് ആണെങ്കിലും ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കും ഇതേ ബാഡ് വേർഡ്സ് സംസാരിക്കാൻ അറിയാം, പക്ഷേ ഐ എം കീപ്പിംഗ് മൈ സെൽഫ് റെസ്പെക്ട് ആൻഡ് എനിക്കറിയാം എവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. അതെ ഹ്യൂമൻസ് ആർ മേ ബി ദേ ഡോണ്ട് നോ അവർ വന്ന സാഹചര്യം അതായിരിക്കാം. ഇപ്പോ ഓക്കെ, ഞാൻ കുറേ കുഴപ്പമില്ല. ഫിലോസഫി കൂടുതൽ പറയും. ഓക്കെ താങ്ക് യു. ശരി, ഇല്ല, താങ്ക് യു, ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഗൈസ്, ബൈ. നമുക്ക് ആർക്കോ ഇവിടെ സംസാരിക്കാൻ മുട്ടിയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, അത് ആരാണെന്ന് നോക്കാം. റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുകയാണ്, പക്ഷെ റിക്വസ്റ്റ് വന്നിട്ടില്ലല്ലോ. ആർക്കാണ് ഇവിടെ സംസാരിക്കാൻ വരുന്നത്? ഹായ്. മുട്ടിയിട്ടൊന്നും നിൽക്കുന്നില്ലായിരുന്നു. അല്ലല്ലല്ല, ഞാൻ വേറൊരു കമന്റ് കണ്ടു, ആരാണ് പറഞ്ഞതെന്ന് അറിയില്ല, ഞാൻ അതിങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. ടുഡേ ടോപ്പിക് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഓക്കെ ഓക്കെ. എൻ്റെ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ 7 മണിക്ക് എണീക്കും അലാറം വെച്ചിട്ട്. ഡെയിലി എണീക്കും, വീക്കെൻഡ് ആണെങ്കിലും എണീക്കും? വീക്കെൻഡിൽ ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെയിലി എണീറ്റ് വരുമ്പോഴേ റൊട്ടീൻ ആകുമ്പോൾ ഉറക്കമൊന്നും പോകുമല്ലോ, അപ്പോൾ എണീക്കും. ഓക്കെ. എണീറ്റിട്ട് ആദ്യം കുടിക്കുന്ന വാം വാട്ടർ കുടിക്കും. പിന്നെ ഞാൻ ഒരു നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാനിരുന്ന കാര്യങ്ങളാണ്. അതെ 7 ദിവസം 7 ടൈപ്പ് ഓഫ് വാട്ടർ. അതെ ഞാൻ ഇപ്പോഴൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഇതുണ്ടല്ലോ ക്ലോസ് ഇട്ടിട്ട് ഹോട്ട് വാട്ടർ ഫ്ലാസ്കിൽ അടച്ചു വെക്കും. രാവിലെ ഓക്കെ അത് എംറ്റി സ്റ്റൊമക്കിൽ അത് കുടിക്കും. ഓക്കെ ക്ലോവ് ഇടാം, അല്ലെങ്കിൽ ജീര ഇടാം, അല്ലെങ്കിൽ ഒരു ദിവസം കൊറിയാണ്ടർ ഇടാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് രാവിലെ ഞാൻ വാം 7 വാട്ടർ ഡ്രിങ്ക്സിന്റെ എന്ന് പേര് പറയുമ്പോൾ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞതിന് ശേഷം. ബാക്കി പറഞ്ഞോളൂ. ഒരു വാം വാട്ടർ കുടിച്ചതിന് ശേഷം എക്സസൈസ്. കുടിച്ചതിന് ശേഷം ഒരു ബ്ലാക്ക് ടീ ഇടും. ബ്ലാക്ക് ടീ ഇട്ടിട്ട് അത് കുടിക്കും. കുടിച്ചിട്ട് ബ്ലാക്ക് ടീയിൽ മസാല പൗഡറൊക്കെ ഇട്ടിട്ടാണ് കുടിക്കണേ. കുടിച്ചിട്ട് ഒരു വാക്കിങ് 30-40 മിനിറ്റ്സ് വാക്കിങ്. പിന്നെ ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ടൈമിങ് 8 to 8:30 കഴിച്ചിരിക്കും. ഷെഡ്യൂൾ ആണ്. 8-ന് മുന്നേ കഴിക്കൂല. 8 കഴിഞ്ഞിട്ടേ കഴിക്കൂ. 8:30 മുന്നേ കഴിക്കും. അതുപോലെ ലഞ്ച് വന്നിട്ട് 1 to 1:30 കഴിച്ചിരിക്കും. ഷെഡ്യൂൾഡ് ആണ്. നൈറ്റും അതുപോലെ 8 to 8:30 കഴിക്കും. ഞാൻ അല്ലാതെ ഒരാൾ വന്നിട്ട് 12:45 കഴിക്കാൻ നമുക്ക് പോകാന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാറില്ല. 1 മണി കഴിയാണ്ട് ഞാൻ കഴിക്കാൻ പോവില്ല. അതുപോലെ ഓക്കെ. 8 മണി കഴിയാണ്ട് കഴിക്കാൻ ഞാൻ ഇത് ചെയ്യില്ല. 8 to 8:30, 1 to 1:30. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഹെൽത്ത് കെയർ അതെ, എല്ലാം. സംടൈംസ് വർക്കിന്റെ എന്തെങ്കിലും ഇതുകൊണ്ട് ഡിലേ ആവാം, പക്ഷെ ഏളിയർ ആവില്ല ഒരിക്കലും. ഡിലേ ആവുന്നതല്ല എൻ്റെ, ഞാൻ ഒരിക്കലും ഏളിയർ ആയിട്ട് കഴിക്കാറില്ല. ഓക്കെ. അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെ അങ്ങ് പോകുന്നു, പ്രശ്നമില്ലാണ്ട്. ഈ ഡേ ഇൻ മൈ ലൈഫില് എത്ര കാലമായിട്ട് ഈ ഒരു ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്? ഈ ഒരു ഷെഡ്യൂൾ ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഞാൻ പല കൺട്രീസിലും ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഓക്കെ 2 വർഷം ഒരു കൺട്രിയിൽ, 2 വർഷം വേറൊരു കൺട്രിയിൽ, ഇപ്പം ഇരിക്കുന്ന ആഫ്രിക്കൻ കൺട്രിയിൽ, അങ്ങനെ ടൈം ഡിഫറൻസ് വരാറുണ്ട്. പക്ഷെ ഏത് കൺട്രിയിലാണോ ഏത് കൺട്രിയിലായാലും എൻ്റെ ഈ ടൈമിങ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ. അവിടെ ചെന്നിട്ട് ആ ടൈമിങ്ങിനനുസരിച്ച് അവിടുത്തെ 8 മണി to 8:30 മണി അതാണ് ഫോളോ ചെയ്യുന്നത്. അത് ഏകദേശം ഏതൊരു പ്രായത്തിലാണ് ഇങ്ങനെ ഒരു കറക്റ്റ് ഷെഡ്യൂളിലൂടെ ഒരു എന്താ പറയാ ലൈഫ് ഫോളോ ചെയ്യണം തോന്നുന്നത്? ഏകദേശം ഒരു 30-32 വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാ അത്. അത് എനിക്കും ഇപ്പോഴാണ് തോന്നി തുടങ്ങിയത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓട്ടോമാറ്റിക്കലി എനിക്കിപ്പോ നമുക്ക് 30+ ആകുമ്പോൾ കുറച്ചുകൂടെ ഷെഡ്യൂൾ ചെയ്യണം തോന്നുന്നു. 32 മുതൽ ഇപ്പൊ 58 വയസ്സ് വരെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാലും ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് വേറൊരു സൈഡ്. പക്ഷെ എൻ്റെ ആ ഒരു ഇത് ടൈമിങ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, താങ്ക് യു.
Take Okay, care. bye. Bye bye. Thank you. Bye. Okay, fine. So myself Rak, I'm from India, Kerala. This live session we can call BC Talk. BC Talkil ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഡേ ഇൻ മൈ ലൈഫാണ്. സോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പല രീതിയിൽ ഇപ്പം എന്തായാലും നമുക്ക് ഒരു നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ അസ്തമിക്കുന്ന വരെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പം വർക്കിന് പോകുന്ന ആളുകളാണെങ്കിൽ നോർമൽ ലൈഫിൽ വരുന്നത് എന്താണ്? രാവിലെ എണീക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, നേരെ വർക്കിന് പോകുന്നു, തിരിച്ചു വരുന്നു. അതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അത് ഓൾറെഡി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ തിന്മയ്ക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കും. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. ഇനി ആർക്കെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് റിക്വസ്റ്റ് ചെയ്യാം. ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ഇതൊരു ടോക്ക് ഷോ ആണ്. 10 മണി മുതൽ 11 മണി വരെ ബിസി ടോക്ക് സെക്ഷനിൽ ഇന്നത്തെ ടോപ്പിക്ക് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവിൽ വന്ന് സംസാരിക്കാം. കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ കമൻസും കാണുന്നുണ്ട്. പക്ഷെ അതിൽ വരുന്ന കുറേ ആളുകളുടെ ഫ്രസ്ട്രേറ്റഡ് കമൻറ്റ് കാണുമ്പോൾ എനിക്ക് തന്നെ അവരോട് പുച്ഛം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്വന്തം പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ആദ്യം ചെയ്യുക എന്താണെന്നറിയോ? കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ പഠിക്കാം. ഞാൻ ഈ ലൈവിൽ വരുന്ന ഒരു കമൻറ്റും മ്യൂട്ട് ചെയ്യാത്തതും ബ്ലോക്ക് ചെയ്യാത്തതും നിങ്ങൾക്ക് വീണ്ടും അവസരം തരികയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഫ്രസ്ട്രേഷൻസും ഇവിടെ കമൻറ്റ് ചെയ്തു, നോ പ്രോബ്ലം. പക്ഷേ വൺസ് നിങ്ങളത് റിയലൈസ് ചെയ്യും, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് റിയലൈസ് ചെയ്യും, അന്ന് നിങ്ങൾ എൻ്റെ വാക്ക് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതാരാണ്? ടിക്ടോക്ക് ലൈവ്. ഇതാരാണെന്ന് എനിക്കറിയില്ല, ഫേക്ക് ഐ ഡി ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടോ നോക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹായ്, ഹായ്. എന്തല്ലേ, സുഖല്ലേ? മലയാളിയാണല്ലേ? ഞാൻ എന്റെ ലൈവില് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഒന്നും തെറ്റിദ്ധരിക്കരുതേ. തെറ്റിദ്ധരിക്കില്ല. ഞാൻ പല പ്രാവശ്യം ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുകയാണ്. ചോദിച്ചോളൂ. അതായത് നിങ്ങളുടെ അടുത്ത് 1600 ചില്ലാർ എന്തോ ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല? നിങ്ങൾ സ്വയം ഒരു പ്രമുഖയാവാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളാണോ? ഓക്കെ, ഫൈൻ. ഇതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്, കുഴപ്പമില്ല. സംസാരിക്കണം. കാരണം നിങ്ങളോട് ഞാൻ റെസ്പെക്ട് കീപ്പ് ചെയ്യുന്നത്, എന്നെ ചോദ്യം ചെയ്യാൻ എന്റെ ഹോസ്റ്റിംഗ് ഷോയിൽ വന്നപ്പം ഞാൻ അതിനുള്ള ആൻസർ തരുമ്പം സെയിം നിങ്ങൾ ഈ ടോപ്പിക്കുമായിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കും. അല്ല, ടോപ്പിക് ഓൾറെഡി കേട്ടല്ലോ. എന്താണ് ടോപ്പിക്കാ? അതല്ല, ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ ചോദിച്ച കാര്യം പറഞ്ഞില്ല. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ആൻസർ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആയതുകൊണ്ടാണോന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ശരി, ഞാൻ ഓൾറെഡി എന്റെ ലൈവിൽ പല തവണയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാണ്. എന്നെ ആരും ഫോളോ ചെയ്യണം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ ഇല്ലേ? ഇല്ല. എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളെ തിരിച്ച് ഫോളോ ചെയ്യാമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ ഇല്ലേ? ഇല്ല. ഫോളോ ചെയ്യുന്ന ആളുകളെ തിരിച്ച് ഫോളോ ചെയ്യണമെന്ന് എവിടെയും റൂൾ ഇല്ല. ഉണ്ടോ ഇല്ലേ? അല്ല, റൂളൊന്നുമില്ല. ഉണ്ടോ ഇല്ലേ? അതില്ല. അതായത് ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ തിരിച്ച് ഫോളോ ചെയ്യുന്ന എന്റെ ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഷോ ചെയ്യുന്ന ആളാണ്. ഇത് ഒരു ടോക്ക് ഷോ പോലെ പോകുന്ന ആളാണ്. അതുപോലെ ഈ ടോക്ക് ഷോയില് നെക്സ്റ്റ് 10K ഫാമിലി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ടോക്കർ, ബെസ്റ്റ് കമന്റർ, വീക്ക്ലി വ്യൂവർ. ഏതെങ്കിലും ഒരു TV ഷോയിൽ കാണുന്ന പ്രോഗ്രാം പോലെ ഡെവലപ്പ് ചെയ്യുന്ന ഈ പ്രോഗ്രാം എന്തിനാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യേണ്ടത്? ഈ പ്രോഗ്രാം ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടോ? 10K ഫോളോവർ ആയ ഞാൻ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. 10K ഫോളോവേഴ്സ് ആയി അതല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു ദിവസത്തില് എത്ര പേര് എടുക്കുന്നുണ്ട്? ആ എടുക്കുന്ന പേർക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഉപകാരം ആയിട്ടുണ്ടോ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കിപ്പോ നിലവിൽ സ്പോൺസേഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴാണോ എന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പോൺസേഴ്സിന്റെ പേജ് ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ ആ പേജ് ഫോളോ ചെയ്യണം. എനിക്കൊരു ഗിഫ്റ്റ് തരുന്നവരെയോ എനിക്ക് ഗിഫ്റ്റ് വേണമെന്ന് ഞാൻ ആരോടും പറയാറില്ല. എനിക്ക് ഗിഫ്റ്റ് തരാത്ത നിങ്ങൾക്ക് പോലും ഈ റിക്വസ്റ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ 10K ആവുന്ന എന്താണ് പറഞ്ഞ 10K ആയതിനു ശേഷം നിങ്ങൾ ഒരു ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ബ്രോ, ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു. അതല്ല ഞാൻ ചോദിക്കുന്നത്. 10K ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാല് നിങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നല്ലേ പറഞ്ഞേ? ഒരു ഗിഫ്റ്റ് അല്ല. ഓക്കെ, നിങ്ങൾ 10K എന്റെ ബയോ വായിച്ചായിരുന്നോ?
അല്ല ബയോ വായിച്ചില്ല. ബയോ ആദ്യം വായിക്കുക. എനിക്ക് പ്രമുഖയാകാൻ ഈ ടിക്ടോക്കിൽ ഏപ്രിൽ 13 തുടങ്ങിയ ഈ അക്കൗണ്ട് വേണ്ട. ഞാൻ ഓൾറെഡി മലനാട് ചാനലിലെ ആങ്കർ ആണ്. ഓക്കെ, ഏത് മലനാട് മലനാട് ചാനൽ ചാനൽ? ആങ്കർ ആണ്. ഏത് മലനാട്? മലനാട് ചാനൽ എറണാകുളം തണ്ടർ ഫോഴ്സ് മേജർ രവി സാർ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ചാനലിലെ ആങ്കർ ആണ് ഞാൻ. ഞാൻ ആരാന്നറിയോ? എനിക്ക് സാർ ആരാന്ന് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ ഈ പ്രമുഖ എന്നുള്ള വേർഡിന് ഞാൻ ആൻസർ പറഞ്ഞാണ്. സാർ അല്ല സാറിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയാണ് സംസാരിക്കുന്നത്. ഞാൻ കേരളത്തില് വർക്ക് ചെയ്യാത്ത ഒരു ന്യൂസ് ചാനലും ഇല്ല. എനിവേ സാർ ഓക്കെ സാറിന്റെ ഐഡന്റിറ്റി എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഇത്രയും വലിയ ഐഡന്റിറ്റി ഉള്ള ഒരാൾ ഈ ഫേക്ക് ഐഡിയിൽ എന്തിനാണ് സംസാരിക്കുന്നത്? അല്ല ഫേക്ക് ഐഡിയില് ഞാൻ ഒറിജിനൽ ഐഡിയിൽ വന്നാലും ചിലപ്പോ നിങ്ങൾക്ക് അതാണ് മനസ്സിലാവും. സാറ് കാണിക്കേണ്ട മാന്യത. സാറിന്റെ അതല്ല ഐഡന്റിറ്റി ഒരു ഒരു മിനിറ്റ് പെണ്ണിന്റെ ഒരു ഫോട്ടോ മിനിറ്റ് ഈ ഇട്ടിട്ടുള്ള ചോദ്യം സാറിന്റെ ചോദിക്കാനായിട്ട് ഐഡന്റിറ്റിയിൽ ഈ കോൺഫിഡൻസ് ഇല്ല. ചോദ്യം നിങ്ങളുടെ ചോദിക്കാനായിട്ട് കോൺഫിഡൻസ് കാണിച്ചു ഞാൻ വേണം നിങ്ങൾ പറഞ്ഞല്ലോ ലൈവിൽ സംസാരിക്കാൻ. 10K ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാല് നിങ്ങൾ പറയാന്നുണ്ട് ഒരു കുറെ ഒത്തിരി ആൾക്കാർക്ക് നിങ്ങൾ ഗിഫ്റ്റ് സാറിന് അത് കൊടുക്കുന്നുണ്ട്. ബോധിപ്പിക്കേണ്ട അപ്പൊ ആവശ്യമില്ല. എന്തിനാണ് സാറിന് ഒരു നിങ്ങൾ പെണ്ണിന്റെ ഫോട്ടോ അല്ല വെച്ചിട്ടാണ് കളിക്കുന്നത്. അല്ല താങ്കൾ പറഞ്ഞില്ലേ ഞാൻ ഫോളോ ചെയ്യാന് Okay, anyway, myself Rak, I'm from India, Kerala. This live session we can call BC Talk. BC Talkil ഇന്നത്തെ ടോപ്പിക് ഡേ ഇൻ മൈ ലൈഫ് ആണ്. സോ ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ വന്ന് സംസാരിക്കാം. ഫേക്ക് ഐ ഡി വരുന്ന ആളുകൾക്ക് റിക്വസ്റ്റ് എടുക്കുന്നത് പോലും എൻ്റെ മാന്യത. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞത് എൻ്റെ മാന്യത. പക്ഷേ സ്വന്തം ഐഡന്റിറ്റിയിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഞാൻ 100 ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹൗ ഐ ട്രസ്റ്റ്? ഐ ഡോണ്ട് കെയർ. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും എൻ്റെ ഷോയിൽ വന്നിട്ട് പട്ടി ഷോ കാണിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അവസരം ഞാൻ തരില്ല. എൻ്റെ ഷോ ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിൻ്റെ തൻ്റെ ഇടം അഹങ്കാരം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, എനിവേ നെക്സ്റ്റ് ടോണി. അമ്മോ ചൂടെടുക്കുന്നത്, AC ഓൺ ആക്കായിരുന്നു. യെസ് ടോണി, വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ. ഞാൻ AC ഓൺ ആക്കിയല്ലോ. ഹലോ, ടോണി കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഞാൻ ഞാൻ ഒന്ന് ഇന്നലെ AC ഓൺ ആക്കിയിട്ട് വിളിച്ചപ്പോ ഓടി നീ വരട്ടെ. കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. AC ഓൺ ആക്കിക്കോട്ടെ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അയ്യോ ചൂടെടുത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഹായ് 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 പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ ടോണി? എന്താ ടോപ്പിക്? ടോപ്പിക് ഡേ ഇൻ മൈ ലൈഫ് ആണ്. നമ്മുടെ ലൈഫ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്, അതുമൂലം ഉണ്ടായ പോസിറ്റീവ്സ് കാര്യങ്ങൾ. ഷെഡ്യൂൾ ചെയ്ത ഒരാളാണോ അതോ ലീവ് വിത്ത് ഫ്ലോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വഴിക്ക് വിട്ടിട്ടാണോ? ലൈക്ക് ബ്രഷ് ചെയ്യുന്നത് ഏതെങ്കിലും സമയം അങ്ങനെയാണോ? കേൾക്കുന്നോ ടോണി? ഡെയിലി ലൈഫിൽ നമ്മള് പ്രവാസി ആകുമ്പോൾ ഡെയിലി ലൈഫ് ഫോളോ ചെയ്യാൻ പറ്റൂല എല്ലാവർക്കും. അതെ കാരണം പല 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 ടൈമിംഗ് ആണ്, നമ്മളെ ഹാൻഡിൽ അല്ല അത്. അതായത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഓക്കെ അപ്പോൾ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റൂല. ഓക്കെ എക്സാമ്പിൾ ഇപ്പോ ജിമ്മിന് പോകണമെന്നുണ്ട ആൾക്കാരുണ്ടാവും, പക്ഷെ ടൈമിന് എത്തൂല. ഓക്കെ മനസ്സിലായ? കേൾക്കുന്നുണ്ട്, കുറച്ച് ശബ്ദം കുറവാ. അവരെ എക്സ്ട്രാ കാലിക്കറ്റല്ലേ ജിമ്മിന് പോകണം അല്ലെങ്കിൽ കളിക്കാൻ പോകണം, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ടൈമിന് എത്താത്ത ഒരു പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ ഞാൻ അതല്ല ഇപ്പൊ ഞാൻ റിക്വസ്റ്റ് അയച്ചത്, എനിക്ക് നേരത്തെ വന്ന ഒരാളില്ലേ, ആ ടോണി എനിക്ക് സത്യം ഹലോ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല, ലാഗ് അടിക്കുന്നുണ്ട് ലൈവ്. ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ ടോണി പറഞ്ഞോളൂ. ഓക്കെ ടോണി, ഞാൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല എന്താണ് പ്രശ്നം എന്ന്. വളരെ ലാഗ് അടിച്ചിട്ട് പോകുന്നുണ്ട്. മേ ബി നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. അടുത്തത് ആരാണ്? നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഞാൻ മാക്സിമം അതാ കമന്റ് വായിക്കാതെ വിടുന്നത്. ഓക്കെ, എനിക്കറിയാം എനിക്കിട്ട് താങ്ങുന്നതാണ്. എനിവേ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ BC Talk. BC Talkൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ ഇപ്പം എൻ്റെ ലൈവ് നല്ല രീതിയിൽ വാച്ച് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളടുത്ത് ഞാൻ ചെറിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ടിക്ടോക്കിൽ വന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഏപ്രിൽ 13 ഞാൻ ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ 1, 2, 10 ഫോളോവേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ BC Talk എന്നുള്ള ടോക്ക് ഷോ കണ്ടതിന് ശേഷം വന്ന ആളുകളാണ്. ഓക്കെ,
അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു TV ചാനലിൽ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ സെയിം സാധനമാണ് ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഈ ടോക്ക് ഷോ. 10 മണി മുതൽ 11 മണി വരെ ഡെയിലി ഞാൻ ആ ടൈമിലാണ് വരാറ്. ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ ഒരു TV ചാനലിൽ നടക്കുന്നത് എന്താണോ ഹോസ്റ്റിങ്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിൻ്റെ കണ്ടന്റ് ഞാൻ ചെയ്യുന്നുണ്ട്, പ്രസൻറ്റേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, ക്യാമറ ഞാൻ ചെയ്യുന്നുണ്ട്, എഡിറ്റിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി എന്താ വേണ്ടത്? ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പം അത് വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് വന്ന് ഗെയിം ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ടുള്ള ടോക്കിൽ നിൽക്കുന്നതല്ല. ഇതൊരു ഷോ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ കയ്യിൽ വളരെ ഭദ്രമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ കോൺസെപ്റ്റ് എനിക്ക് പുറത്ത് റിലീസ് ചെയ്യണമെങ്കിൽ ആദ്യം എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് വേണം. ബിക്കോസ് ഇപ്പം നമ്മളൊരു കോൺസെപ്റ്റ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ആകും, എല്ലാവരും അത് കോപ്പി അടിക്കും. ഫോളോവേഴ്സ് ഇല്ലാത്ത ഞാൻ കഷ്ടപ്പെട്ടിട്ടൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനത് പുറത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകൾ അത് കോപ്പി എടുത്ത് കൊണ്ടുപോകും. അത് മേക്ക് ചെയ്ത ഞാൻ പൊട്ടിയായി പോകും. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോക്ക് ഷോ മാത്രം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ടോക്ക് ഷോ അല്ല എന്നെ പ്രമുഖയാക്കുന്നത്. ഇനി പ്രമുഖയാക്കുകയാണെങ്കിൽ അത് എൻ്റെ ടാലൻ്റാണ്. അത് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഒരാൾ വളരുന്നത് കാണുമ്പം ഫേക്ക് ID കയറിയിട്ട് അവരെ മുരടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ദുഷിപ്പ് പറയാൻ നിൽക്കുന്ന ആളുകളെടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കർമ്മ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഒരിക്കലും എൻ്റെ ലൈവ് വാച്ച് ചെയ്യുന്ന ആരും ഗിഫ്റ്റർ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഗിഫ്റ്റ് തരുന്നവരോട് താങ്ക് യു, ഇല്ലെങ്കിലും താങ്ക് യു, അതല്ലേ ഞാൻ ചെയ്യാറുള്ളൂ. എപ്പോഴെങ്കിലും ഗിഫ്റ്റേഴ്സിൻ്റെ ഡയമണ്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാകാത്തതല്ല. പക്ഷെ ആരുടെയെങ്കിലും കമൻറ്റ് അതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? കമൻറ്റ് വായിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ പ്രൊമോഷൻ, ലൈക്ക് ഒരേ ഒരു എന്താ പറയുന്നത്, ഒരേ ഈക്വാലിറ്റി തന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എപ്പോഴെങ്കിലും ഞാൻ കാറ്റഗറി തിരിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഐ ആം ദ ഹോസ്റ്റ്, എൻ്റെ ഷോ. പിന്നെ ഞാൻ ആരെയും ഫോളോ ചെയ്യുന്നില്ല എന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യേണ്ട, എനിക്ക് അത്രയും പറയാനുള്ളൂ. അതിന് ഫോളോ ചെയ്യാത്തത് പ്രമുഖയാകാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് മലനാട് ചാനലിൽ TV ആങ്കറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രമുഖയായിട്ടില്ലെങ്കിലും അത്യാവശ്യം യൂട്യൂബ് ചാനൽസിൽ അത്യാവശ്യം ആങ്കറിങ് വീഡിയോസ് ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ക്രിസ്മസിൻ്റെ ട്രോള്. ഇപ്പം 2 വർഷം മുന്നേ ഇറങ്ങിയ ആ ട്രോള് അന്ന് 3 മില്യൺ അടിച്ചു. ഇപ്പം വീണ്ടും റീപോസ്റ്റ് ചെയ്തു 2 മില്യൺ അടിച്ചിട്ടുണ്ട്. പ്രമുഖയാകുക എന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും നമുക്ക് പ്രമുഖയാകാൻ പറ്റും, പോസിറ്റീവ് നെഗറ്റീവ്. പക്ഷേ യുണീക്നെസ്, അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി ഞാനൊരു മ്യൂസിക്കൽ ആൽബം എഴുതി ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. എൻ്റെ കയ്യിലുള്ള ഐഡിയാസ് എനിക്ക് കിട്ടുന്ന എൻ്റെ കോൺഫിഡൻസ് വെച്ചിട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആൾ വന്നിട്ട് നീ എന്താ ആരെയും ഫോളോ ചെയ്യാത്തതെന്ന് വലിയ ആളാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ദേ വാണ്ട് ടു കീപ് ദ മാനേഴ്സ്. സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി സംസാരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയാം. പക്ഷെ ആ ചോദ്യം ചോദിക്കുന്ന നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി വേണം. അത് എൻ്റെ ചെറിയൊരു റിക്വസ്റ്റാണ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ടോക്ക് ഷോ ഡിസ്റ്റർബ് ചെയ്യാൻ വന്ന ആളുകൾ ആരായാലും കല്ലി വലി, ഞാൻ എൻ്റെ കോൺഫിഡൻസ് വിട്ടിട്ടില്ല. പക്ഷെ എൻ്റെ ദേഷ്യം ഞാൻ മാക്സിമം പിടിച്ചു വെച്ചു. അതിനെ പോയിട്ട് AC ഇട്ടത്. ഓക്കെ, അടുത്ത ആൽബത്തിൽ നായകനാക്കാൻ നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ മുകളിലൊരു കമൻറ്റ് കണ്ട് എനിക്ക് യൂട്യൂബ് ഇല്ല, ഞാൻ വേറെ യൂട്യൂബ് ചാനൽസിന് വേണ്ടിയിട്ട് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ എന്താണ് ഡേ ഇൻ മൈ ലൈഫ്? ഞാൻ ഒരു കാര്യം എക്സ്ട്രാ പറഞ്ഞുതരാം. നിങ്ങളിപ്പം മുകളിൽ സ്ട്രോങ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തത് കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ്. മെൻ്റലി സ്ട്രോങ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലും തകരില്ല. നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിൽ തകരും, മെൻ്റലി സ്ട്രോങ് അല്ലെങ്കിൽ. നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആണെങ്കിൽ തകരും, മെൻ്റലി സ്ട്രോങ് അല്ലെങ്കിൽ. ഈ 3 സംഭവം നിങ്ങൾ നോക്കുക. ഫിനാൻഷ്യലി സ്ട്രോങ്, ഫിസിക്കലി സ്ട്രോങ്, മെൻ്റലി സ്ട്രോങ്. ഈ 3 കാര്യങ്ങളിൽ ഏറ്റവും വലിയ പ്രയോറിറ്റിയാണ് മെൻ്റലി സ്ട്രോങ്. മെൻ്റലി സ്ട്രോങ് അല്ലാത്ത ഒരാൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾ തകരും. പക്ഷെ മെൻ്റലി സ്ട്രോങ് ആയ ഒരാൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കിയിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. പലപ്പോഴും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പേഴ്സണൽ മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. അതൊരിക്കലും ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡീപ്പായിട്ടല്ല. ഒരാൾക്കൊരു ഇപ്പം ലൈവ് വാച്ച് ചെയ്യുന്ന ആരെങ്കിലും അറിയില്ല, ടിക്ടോക്കിൽ നിന്ന് തന്നെ എൻ്റെ ലൈവ് വാച്ച് ചെയ്തതിന് ശേഷം ഒരു ദിവസം PM ഒരു മെസ്സേജ് വന്നു. ആളുടെ പ്രശ്നങ്ങൾ, വളരെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തു. പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത് മെൻ്റലി നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. അത് എനിക്ക് തിരിച്ച് നല്ല രീതിയിൽ കർമ്മയായിട്ട് കിട്ടാറുമുണ്ട്.
ഓക്കെ, വേറെ എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഇപ്പം വന്ന് എന്തോ ആയി. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട്. കോൺസെപ്റ്റ് ഞാൻ കോപ്പറേറ്റ് ഉള്ളത് കൊണ്ടാണ് പുറത്തിപ്പം വിടാത്തത്. പക്ഷേ 10K ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ റെഡിയാക്കും. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത്. TV ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, TV ചാനൽ എന്തുകൊണ്ടാണ് റൺ ചെയ്തു പോകുന്നത്. അവിടെയുള്ള ഹോസ്റ്റിന്, അവിടെയുള്ള ക്യാമറാമാന്, എഡിറ്റർക്ക്, അല്ലെങ്കിൽ TV ചാനലിൻ്റെ റെൻറ്റ്, ലൈക്ക് ഇലക്ട്രിസിറ്റി, എല്ലാ എക്സ്പെൻസസും കവർ ചെയ്യുന്നത് എന്താണ്? അവിടെ കിട്ടുന്ന അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇവിടെ ഈ ടിക്ടോക്കേഴ്സ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നത് മോർ ദാൻ ഗിഫ്റ്റ് അഡ്വർടൈസ്മെൻ്റ് ആണ്. സോ എനിക്ക് കിട്ടുന്ന അഡ്വർടൈസ്മെൻറ്റിൻ്റെ 0.5% ഓഡിയൻസിന് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ കോൺസെപ്റ്റ് ബിൽഡപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് എൻ്റെ കോൺസെപ്റ്റ് പുറത്തെത്തിയാലല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ. ഇപ്പം നേരത്തെ സംസാരിച്ച ഫേക്ക് ഐ ഡി എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എന്താണ്, പ്രമുഖയാവാൻ നോക്കുകയാണോ? പ്രമുഖയെ വീട്ടിലോട്ട് അരി വാങ്ങാൻ പറ്റുമോ? ഓക്കെ, വേറെ എന്താണ്? എന്നോട് ചൂടാവണമെന്നോ? ഓക്കെ, ഡെയിലി ലൈഫിൽ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു തവണ ഞാൻ ദേഷ്യം പിടിക്കാറുണ്ട്. ദേഷ്യം വന്നിട്ടില്ലെങ്കിലും ദേഷ്യം പിടിക്കാറുണ്ട്. അത് നമ്മളെ കുറച്ചുകൂടെ കൂളാക്കാൻ സഹായിക്കാറുണ്ട്. അത് എങ്ങനെ ദേഷ്യം പിടിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. എങ്ങനെയെങ്കിലൊക്കെ ദേഷ്യം പിടിക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ കറക്കി കുത്തിയിട്ട് അവരോട് ചീത്ത വിളിക്കാറ് തെറി ഞാൻ യൂസ് ചെയ്യാറില്ല. ചീത്ത വിളിക്കാറുണ്ട്. ആ ഒരു ടെൻഷൻ ഒഴിവാക്കാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ കള്ളക്കാമുകൻ്റെ ഡെയിലി ലൈഫ് എന്താണ്? ശരിക്കും എന്താണ് ഡെയിലി ലൈഫ്? നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ അല്ല ചോദിക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്? ഞാൻ നോർമലി ചോദിക്കുകയാണ്, ഷെജീബിൻ്റെ ഡെയിലി ലൈഫ് എന്താണ്? നമുക്ക് വീണ്ടും ടോപ്പിക്കിലോട്ട് കിടക്കാം. അതായിരിക്കും നന്നവ. നമ്മൾ ടോപ്പിക് ഡിസ്കഷനുമായിട്ട് കുറച്ച് നേരത്തോട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വെളിയിലാണ് ഉള്ളത്, എന്നാലും കമൻറ്റ് ചെയ്യാമല്ലോ. വെളിയിലാണെങ്കിലും കമൻറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഇപ്പം ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളെടുത്ത് പറയുകയാണ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഡെയിലി ലൈഫാണ്. ഡെയിലി ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ള ചോദ്യം ചോദിച്ചു വരണ്ട. നിങ്ങളുടെ ബിസി ലൈഫ്, എൻ്റെ ബിസി ടോക്ക്. ഈ ഒരു ടോക്ക് ഷോയിൽ നോർമലി സംസാരിക്കാൻ കംഫോർട്ട് ആണെങ്കിൽ ഓക്കെ. മാർക്ക് മത്യാസിന് എന്താണ് മോശമായിട്ട് എന്താണ് തോന്നുന്നതെന്നും കൂടെ കമൻറ്റ് ചെയ്യാവോ? എൻ്റെ ഇത് പറഞ്ഞില്ല എന്നാണോ? എൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു, മീൻസ് ഡെയിലി ലൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നോർമലി ഡെയിലി ലൈഫ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത ഒരാളല്ല. അതായത് ഇത്ര മണിക്ക് എണീക്കുള്ളൂ, ഇത്ര മണിക്ക് കിടക്കുകയുള്ളൂ, ഇന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ, ഇത്ര ടൈമിലെ ഫുഡ് കഴിക്കുകയുള്ളൂ, അങ്ങനെ ഞാൻ ചെയ്യാറില്ല. പക്ഷേ എൻ്റെ ഡെയിലി ലൈഫിൽ 3 ഷെഡ്യൂളുണ്ട്. ഒന്ന്, എൻ്റെ ഷെഡ്യൂൾ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അടുത്തത് എൻ്റെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെന്തായാലും ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തിൻ്റെ കൂടെ ബ്യൂട്ടി ആഡ് ചെയ്യണം കേട്ടോ. അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെൻ്റൽ റിലാക്സേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഷെഡ്യൂൾ ഇതുവരെ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്തതുപോലെ ആവില്ല ഒരു ദിവസം, സത്യമാണ് പറഞ്ഞത്. പക്ഷേ ഡെയിലി ലൈഫ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. രാവിലെ എണീക്കും, രാത്രി ഉറങ്ങും, അതിനിടയിൽ ജോബിന് പോവും, തിരിച്ചു വരും, ഫ്രണ്ട്സിനെ കാണൂല, ഇങ്ങനെയുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും ഡെയിലി ലൈഫിൽ ഷെഡ്യൂൾ ചെയ്യുക. ജിമ്മിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ പോകുക, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് റൂമിലെങ്കിലും പാർക്കിൽ നടക്കാൻ പോയിട്ടെങ്കിലും എന്തെങ്കിലും. ഈ ഡെയിലി ലൈഫിൽ ഇതൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്രവാസികളാണ്, നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നാച്ചുറൽ മോസ്റ്റ്ലി ഒരു ദിവസം എടുക്കുകയാണ് സോങ്സ് കേൾക്കാനുള്ള. അപ്പോൾ സ്മോക്കിങ്, ഇതൊക്കെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാണ്. ഓക്കെ, ശരി. എങ്ങനെയാണ് അത് ഷെഡ്യൂൾ ചെയ്ത് പോകുന്നത്? ഷെഡ്യൂൾ ഇല്ലെങ്കിൽ പോട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ? പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയിട്ടുള്ളത്, പലപ്പോഴും യോഗ ഞാൻ ചെയ്യാറില്ല. യോഗമില്ല യോഗയ്ക്ക്. അയ്യോ, ഞാൻ ഒരുപാട് കമൻസ് വരുന്ന സമയത്ത് ഞാൻ ഗെറ്റിംഗ് കൺഫ്യൂസ്. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ലൈവിൽ വന്ന് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് എഴുതാനും വായിക്കാനും വലിയ നോളേജ് ഒന്നും ഇല്ല, ഞാൻ ഈ സംസാരം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ വല്ല പൊട്ടത്തരം വരണ്ട വെച്ചിട്ടാണ് ഞാൻ മനസ്സിൽ വായിക്കുന്നത്. ഓക്കെ, ഉച്ചയ്ക്ക് 11 മണിക്ക് നടക്കാൻ പോകാറുണ്ടോ? ജിമ്മിൽ പോകാറില്ല, വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. ഒന്നാമത് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടി വേണ്ടേ, ജിമ്മിലും കൂടെ കാശ് കൊണ്ട് കളയണ്ടേ. പിന്നെ ഡെയിലി ലൈഫിൽ ഞാൻ പറയാലോ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും നല്ലതാ. ഷെജീബിന് കഴിഞ്ഞ ദിവസം വന്നത് മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കര ഓപ്പൺ ടോക്കറാണ്.
ഈ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് പല സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് നല്ലത് വരുത്തും, പല സിറ്റുവേഷൻസിലും മോശം വരുത്തും. ഓക്കെ, അതൊന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ ഞാൻ പറയാം, ഡെയിലി ലൈഫ് എന്ന് പറയുമ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ബോയ്സിന് പിന്നെയും ബ്യൂട്ടി, ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കെയർ ഉണ്ടാകും. പ്രവാസികളാണെങ്കിൽ, ജെൻസിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള കെയറിങ് ഉണ്ടാവില്ല, എല്ലാ രീതിയിലുള്ള ദുശീലങ്ങളും ഉണ്ടാകും. അത് നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ വരുത്താനുള്ള ചാൻസസ് കാണുന്നുണ്ട്. പിന്നെ ചെറുപ്പക്കാരെ ഞാൻ വിട്ടു. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഒരു 30യുടെ ബിലോ ഉള്ള ആളുകളാണെങ്കിൽ ഒരു രീതിയിലുള്ള പ്ലാനിങ്ങും ഉണ്ടാവില്ല. പക്ഷെ അവർ എന്താ പറയുക, അവർ ഹെൽത്തി ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോകാൻ പറ്റും. 30+ ആയിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഡെയിലി ലൈഫിൽ ഹെൽത്ത് അല്ലെങ്കിൽ വ്യായാമം അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ഇതൊന്നും നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വരും. സീതാദേവിയെ എന്തിനാ? ഓക്കെ, താങ്ക് യു കള്ളക്കാമുകൻ. ടോപ്പിക്ക് മാറ്റി പിടിക്കാൻ പറ്റില്ല, ഞാൻ വീണ്ടും പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലൈവ് 11 മണി വരെ ഉണ്ട്. നമ്മുടെ ടോക്ക് ഷോ ആയിട്ട് തന്നെ കണക്കാക്കുക. നിങ്ങളുടെ അടുത്ത് പലപ്പോഴും ഞാൻ പറയുന്നതാണ്, എന്നാലും വീണ്ടും പറയുന്നു. ഓരോ ലൈവിലും ഓരോ രീതികളുണ്ട് അല്ലേ? ഓരോ ലൈവിലും ഓരോ രീതികളുണ്ട്. വേറെ ഇപ്പം ചുമ്മാ സംസാരിക്കുന്ന ലൈവുകൾ ഒരേ ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ ലൈവിൽ ഒരു ടോപ്പിക് എടുക്കും, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 11 മണി വരെ സംസാരിക്കും. അതിന് ഗസ്റ്റ് എടുക്കാറുണ്ട്. പക്ഷേ ഗസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് സംസാരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, ഒരുപാട് കമൻസ്. എനിക്ക് മാജിക് ഇഷ്ടമാണെന്നാണ്. ഓക്കെ, എക്സസൈസ് ചെയ്യാറുണ്ട്. പ്രവാസികൾക്ക് ഡെയിലി ലൈഫ് കോൾ വരുന്നില്ലേ? അങ്ങനെയാണ് കൂൾ ബോയ്ക്ക് ഞാനൊരു കോള് റിക്വസ്റ്റ് വരുന്നുണ്ട്, എനിക്കറിയില്ല. ഓക്കെ, മെജീഷ്യൻ ആണോ? ഓക്കെ, കമൻസ് ചെയ്യുന്ന ആളുകളെടുത്ത്, ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളെടുത്ത് പറയാനുള്ളത്, മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് എന്നുള്ളൊരു ടോക്ക് ഷോ ആണ്. 10 മണി മുതൽ 11 മണി വരെ ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ഉണ്ടാക്കും. ഇന്നത്തെ ടോപ്പിക്കാണ് ഡെയിലി മൈ ലൈഫ്. എൻ്റെ ലൈഫല്ല. ഓക്കെ, എൻ്റെ ലൈഫിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ലൈഫ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത്, അതുമൂലം എന്തെങ്കിലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പിന്നെ ഈ ടോപ്പിക്ക് ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാം, ഡെയിലി ലൈഫിനെ കുറിച്ചിട്ട് ഒരു ധാരണയും ഇല്ലാത്ത കുറേ ആളുകൾ ഈ ലൈവ് കാണുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? ഇതിലുള്ള ആർക്കെങ്കിലും സ്വന്തം ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? സത്യം പറഞ്ഞാൽ മതി, ജെന്യൂനായിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ നിങ്ങളെടുത്താ ചോദിക്കുന്നത്, സ്വന്തം ലൈഫിൽ ലൈക്ക് ഓക്കെ, രാവിലെ എണീക്കാറുണ്ട്, വിശക്കുമ്പോൾ ഫുഡ് കഴിക്കാറുണ്ട്, ഉറക്കം വരുമ്പോൾ ഉറങ്ങാറുണ്ട്, അതിനിടയിൽ വർക്കിന് പോവാറുണ്ട്. അത് വരാം, അങ്ങനെയാണോ? അങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു ബോധവും ഇല്ല. സത്യമാണ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡെയിലി ലൈഫോ അതെന്താ അങ്ങനെ ചോദ്യം വരുന്നത് അല്ലേ? പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ ഡെയിലി ലൈഫ് എന്നിട്ട് തള്ളി മറിക്കാറൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പറയുന്നൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ ഡെയിലി ലൈഫ് ഷെഡ്യൂളല്ല. എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തിന് എണീറ്റിട്ട് എന്തെങ്കിലും തട്ടിമുട്ടി കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല, പുറത്തു പോകും. പക്ഷേ വർക്ക് ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ വിശക്കുന്നത് വരെ കിടന്നുറങ്ങും. ബ്രഷ് ചെയ്യുന്നപ്പോഴാണോ അപ്പോൾ ഫുഡ് കഴിക്കും. ഇതൊക്കെ തന്നെ ഞാൻ ചെയ്യാറ്. എന്നാലും എൻ്റെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാവുന്ന 3 കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഹെൽത്ത്, ബ്യൂട്ടി, എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ആൻഡ് എൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ ഹൈറ്റ് വെക്കുന്ന കാര്യമല്ല പറയുന്നത്. ഓക്കെ, എൻ്റെ ഗ്രോത്ത് ഡിയർ നമുക്ക് ടോപ്പിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രോത്ത്, കരിയർ, പാഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ നോർമൽ ലൈഫ് പോലെ തന്നെ നടക്കാറുണ്ട്. ഓക്കെ, നമുക്ക് റിക്വസ്റ്റ് ഉണ്ട് പിക്കോസ് എൻ്റെ 11 മണിക്ക് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യും. മെജീഷ്യൻ പ്ലീസ് കം ടു ദ ലൈവ് സെക്ഷൻ. ആക്ച്വലി ഐ ആം സ്കിപ്പിംഗ് യുവർ കമൻറ്റ്സ്. ഹലോ പിക്കോസ്. ഹലോ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. പറഞ്ഞോളൂ. എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ടോപ്പിക്ക് മാറ്റി പിടിക്കാൻ പറ്റുമോന്ന്. ഓക്കെ, അപ്പം അതിന് കമൻറ്റ് റിപ്ലൈ ഒരാൾ വന്ന് ചിരിക്കുന്ന ഇമോജിയൊക്കെ ഇട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ലേ. ഞാൻ ഒരുപാട് കമന്റ് വരുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആവാണ്. പിന്നെ അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു മിനിറ്റ്, ബിക്കോസ് ഞാൻ ഒരു കാര്യം പറയാം. ഫസ്റ്റ്, ഞാനൊരു ഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ ടോപ്പിക്കിന് ഇങ്ങോട്ട് ഇപ്പൊ ആള് ചിരിച്ചു എന്നുള്ളത് നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം. അതാണ് അതിന്റെ ഒരു ടോക്ക് ഷോയുടെ സ്റ്റൈൽ. അതെ, ടോപ്പിക്കുമായിട്ട് തന്നെ ഞാൻ വന്നത്. പക്ഷേ ഞാനിപ്പോ നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ഞാൻ സംസാരിച്ചത് അതെ, അതുമായിട്ട് തന്നെ ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചില്ല. അല്ല, പിക്കൂസിന്റെ ഡെയിലി ലൈഫിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ. അതല്ല, അതിന് മുപ്പട്ടെ ഈ സംഭവം ക്ലിയർ ചെയ്യണ്ടേ, എന്നാലേ എനിക്ക് ഇത് പറയാൻ പറ്റൂ.
ബിക്കോസ് ഞാൻ ഒന്ന് ഡിസ്കണക്ടിങ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വരുന്ന കമന്റ്സ് ഞാൻ വായിക്കാതിരിക്കാൻ തന്നെ മെയിൻ റീസൺ ഇതാണ്. ഞാനൊരു ടോക്ക് ഷോ സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിൽ വ്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 1 മണിക്കൂർ ഇവിടെ വന്ന് ഞാൻ പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ദൈവം സഹായിച്ച് 2-3 ദിവസമായിട്ട് കുറച്ച് വ്യൂസ് കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടോക്ക് ഷോ പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഐ കോൺടാക്ട് കീപ്പ് ചെയ്യാനാണ് ഞാൻ സ്ട്രെയിറ്റ് നോക്കുന്നത്. ഇടയ്ക്ക് കമന്റ് നോക്കുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. ഇടയ്ക്ക് കമന്റ് നോക്കും, പക്ഷേ എനിക്ക് കമന്റ് വായിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ടോക്ക് ഷോയുടെ സ്റ്റൈല് മാറും. സോ നമ്മൾക്ക് ഒരു ഹോസ്റ്റ് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഐ കോൺടാക്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കുറേ കമന്റ്സ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ടോക്ക് ഷോയുടെ സ്റ്റൈല് വന്ന് സംസാരിക്കുന്നതാണ്, ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ്. അതിനാണ് എല്ലാവരും ഗസ്റ്റ് എടുക്കുന്നത്. കമന്റ്സ് വരുന്ന സമയത്ത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ കമന്റ്സ് വായിക്കാൻ എനിക്ക് സമയം കിട്ടാത്തത് അതിൻ്റെ ഇടയിൽ വരുന്ന പരസ്പര വിരുദ്ധമായിട്ടുള്ള കമന്റ് കൊണ്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ 2 റിക്വസ്റ്റ് ഉണ്ട്. അടുത്ത റിക്വസ്റ്റ് നോക്കാം. വി എൻ്റെ എംറാൾഡ്. 11 മണിക്ക് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. മ്യൂട്ട് ചെയ്യാറില്ലേ ഞാൻ. കേൾക്കുന്നുണ്ടോ? ഹലോ Hello. ഹലോ Hello. ഹലോ. Is it okay if I talk in English? Yeah, I can talk English. Where are you from? I'm from Singapore. Vincent. Singapore. Can you please speak loudly? My name is Vincent. Can you please more loudly? Hello, can you hear me? It's audible, but it's not clear. Okay. Are you using headset? Okay, give me 1 second, okay? Yeah. Are you magician? Yes, I'm musician. Okay, can tell you hear me. me now? Yeah, it's audible. I saw your comment, but I don't know read the English. Okay. Is it okay if I like talk about hypnotism? Hypnotism na theriyuma? Hypnotism? You are going to do hypnotism? உங்களுக்கு ட்ரை பண்ண you want Yeah, to try? உனக்கு ட்ரை பண்ணலாம். நான் உங்களை வந்து எனக்கு டாஸ்க் தந்தா ஓகே, நான் லைவ்ல எப்போ போ. Okay. சும்மா ஒரு சேர் இருந்தா உட்காந்தே செய்யலாம். ஆனா உங்களுக்கு கொஞ்சம் கூட லவுடா பேசுங்க. எனக்கு இந்த வாய்ஸ்ல கரெக்டா கேக்குന്നില്ല, ചെവി കേൾക്കുന്നില്ല. Hello. இப்போ You are using headset? is it okay if you can guess me again? Like கொஞ்சம் like வெளியாக்கிட்டு திருப்பி. Dear, you can speak, but please try to speak loudly without headset. ஹெட்செட் இப்போதான் நான் ஓப்பன் பண்ணி வச்சேன். I just Okay, opened okay, my... பேசுங்க. Okay. Is it okay if you like take a seat? Like take a seat, like sit down to try. Do you understand? Can you hear me? No. Hello. Yeah, tell me. Can you like sit? Yeah, now it's okay. Tell me. Okay, can you sit? Sleep? Sit. Like Breathe? sit. Let me type, okay? Are you trying for doing some magic? Oh my god. Yes. Sit. Brother, sorry. Actually, this section we can call BC Talk. BC Talk is regarding oh my god. അവൻ എന്നെ ഹിപ്നോട്ടിസം ചെയ്യാൻ പോകുന്നു. പിന്നെ നമ്മൾക്ക് കിട്ടിയൊരു ടാസ്ക് അല്ലേ, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പക്ഷെ ഞാനായിട്ട് ലൈവിൽ ബോധം പോയിട്ടുണ്ടെങ്കിലോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ശരിയാവില്ല. ഓക്കെ, നമുക്ക് അടുത്ത റിക്വസ്റ്റ് എടുക്കാം. സോ പ്ലീസ് ടുഡേ വി ഹാവ് എ ടോപ്പിക്. നമ്മുടെ ടോപ്പിക് എന്താണെന്ന് അറിയാമോ? ടോപ്പിക്ക് പറഞ്ഞു എന്താണ്? ഓക്കെ, നമ്മുടെ ടോപ്പിക് ഡെയിലി ലൈഫ് ആണ്. രാവിലെ എണീക്കണ, ഡ്യൂട്ടിക്ക് പോണ്, വരുന്ന ഒന്ന് ഫുഡ് ഉണ്ടാക്കണ, ഫുഡ് കഴിക്കണ, കിടന്നുറങ്ങണ, നീക്കണ, പോണ്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഡെയിലി ലൈഫിൽ സ്വന്തം നല്ലതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഹെൽത്ത് നോക്കുന്നുണ്ടോ? ബ്യൂട്ടി നോക്കുന്നുണ്ടോ? സ്വന്തം ഞാൻ ബോഡി ബിൽഡറാ. അടിപൊളി. അപ്പൊ എന്നോടാണ് ചോദിക്കുന്നത് എന്നുള്ള ചോദ്യമായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല, നല്ലതാ. ബാക്കി പറയാം. ഞാൻ വർക്കൗട്ട് ഇപ്പൊ നിർത്തിയിരിക്കണ കുറച്ചായി. ചെറിയ ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, നിർത്തിയതാ. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നടക്കാൻ പോകും, പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യും, അത്ര തന്നെ. ഡെയിലി ലൈഫ് എപ്പോഴാണ് ഒന്ന് റൂട്ടീൻ ആക്കി തുടങ്ങിയത്? അതിനുശേഷം എന്തെങ്കിലും റിസൾട്ട് വന്നിട്ടുണ്ടോ?
ഞാൻ ഒരുപാട് കാലമായി ഇത് ഓക്കെ, കൊണ്ടുനടക്കണം. ശരി. അപ്പൊ ഏകദേശം ഒരു സ്കൂൾ 10 പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. ആ പ്രായത്തില് ഇത്രയും കുറച്ച് കോൺഷ്യസ് ആയിരുന്നോ? ഞാൻ ആ പ്രായത്തിൽ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നല്ല കാര്യം. അതുകൊണ്ട് തന്നെ നല്ല ഷെഡ്യൂൾ ലൈഫ് ജൂനിയർ മിസ്റ്റർ ആയിരിക്കും. മലപ്പുറം, സീനിയർ മിസ്റ്റർ മലപ്പുറം ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പൊ പരിക്ക് കാരണം വർക്കൗട്ട് ഇല്ല, കുറച്ച് കമ്മിയാക്കി. ഫുട്ബോൾ കളിച്ച് വീണ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി. അങ്ങനെ കുറച്ച് ബ്രേക്കപ്പ് വന്ന് ഇപ്പൊ 2ാം പ്രാവശ്യം സ്റ്റാർട്ടിങ് തുടങ്ങി. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 6 മാസമായിട്ടില്ല. ഖത്തറിലായിരുന്നു. ഖത്തറിൽ നിന്ന് ഡെയിലി പോയിരുന്നു. ഓക്കെ. ഇവിടെ സോ സ്റ്റാർട്ടിങ് ഈ ആയിട്ടില്ല. ഡെയിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഡെയിലി ലൈഫ് എന്ന് പറയുമ്പോൾ നോർമലി നടക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് കുറച്ച്. റിസൾട്ട് കിട്ടി. വെയിറ്റ് മെയിനായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിച്ചത് കുറച്ച്. ഓക്കെ. ഇനി 73 എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരു 67 ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ വർക്കൗട്ട് തുടങ്ങിയാൽ ഇനി കുറഞ്ഞു വരും. നമ്മള് വർക്കൗട്ട് തുടങ്ങിയത് ഫുഡ് എങ്ങനെ കൺട്രോൾ ചെയ്യണോ അങ്ങനെ ബോഡി പിടിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. അത്ര ഓക്കെ. ഫുഡാണ് മെയിൻ. നല്ല മെനക്കെടുള്ള പരിപാടിയാണ്. ഡയറ്റിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വായക്ക് രുചിയുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഡയറ്റിംഗ് ചിലര് നടത്തുന്നത്. പറയുന്നത് ചിലവര് പറയും ഇതൊക്കെ മരുന്ന് കുത്തി കയറ്റിട്ട് അങ്ങനെ നല്ല മെനക്കെടുത്ത് നമുക്കണ്ട ഇറങ്ങിയണം. ഓക്കെ, നമുക്ക് ഡെയിലി ലൈഫ് ആണ് കോൺസെപ്റ്റ്. ഡെയിലി ലൈഫിൽ ഇപ്പൊ പറഞ്ഞു ഓൾറെഡി പോകുന്ന ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്. നമുക്ക് അടുത്ത റിക്വസ്റ്റിലോട്ട് പോകട്ടെ. ഓക്കെ 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 താങ്ക്സ്. ഞാൻ ഇങ്ങോട്ട് കയറില്ല ഒരു ഇടങ്ങറ. ഓക്കെ, നമുക്ക് 11 മണി വരെയാണ് ലൈവ്. സോ 11 മണി വരെ ലൈവ് ഉള്ളത് കൊണ്ട് നമുക്ക് 2 റിക്വസ്റ്റ് ഉണ്ട്. ഒരു റിക്വസ്റ്റ് ഞാൻ എടുക്കാം. അടുത്ത റിക്വസ്റ്റ് വി പ്ലീസ് സ്റ്റേ ട്യൂൺ. ലാസ്റ്റ് എടുക്കാം. ഞാൻ ഇരിക്കാനൊന്നും പോകുന്നില്ല. ഐ നെവർ സിറ്റ് ബിക്കോസ് ഐ ആം ജസ്റ്റ് സെറ്റിംഗ് മൈ ലൈക്ക് റിംഗ് ലൈറ്റ് കർട്ടൻ്റെ അടുത്താണ് സെറ്റ് ചെയ്തത്. യെസ്, കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. നമ്മുടെ ടോപ്പിക് ഡെയിലി ലൈഫാണ്. ഡെയിലി ലൈഫ് ഞാൻ ഇപ്പൊ ഇതിന് മുമ്പ് പറഞ്ഞ ആളോട് ഞാൻ തീരെ യോജിക്കണില്ല. എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട് നമ്മളെ പിന്നെ നല്ല സ്വന്തം ഡെയിലി ലൈഫിനെ കുറിച്ച് സംസാരിക്കാവോ? ഇവിടെ പരസ്പരം പരാമർശിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. പരസ്പരം പരാമർശിക്കല്ല. ഞാൻ എന്റെ ലൈഫിൽ പറഞ്ഞാല് എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കണം. എന്റെ പിന്നെ ആ രീതിയിൽ നടക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പൊ അതിനും വേണ്ടി നമ്മളെ ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ അവോയ്ഡ് ചെയ്ത് നമ്മൾ അതെ അതന്നെ ഡെയിലി ലൈഫിൽ തന്നെ. അപ്പൊ നമ്മളെ ഡെയിലി ലൈഫില് ഡെയിലി ഒരേ തന്നെ അല്ല, ഒരേ പാറ്റേൺ അല്ല. ഇന്ന് ഒരു ഫുഡിനോടായിരിക്കും താല്പര്യം, നാളെ വേറെ ടോപ്പിക്. നമ്മുടെ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ റൂട്ടീൻ പോകുന്നത്? രാവിലെ എണീക്കുന്നു, ജോബിന് പോകുന്നു, കിടന്നുറങ്ങുന്നു. അല്ല, രാവിലെ എണീക്കുന്നു, അത്യാവശ്യം വ്യായാമങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വന്തം പേഴ്സണാലിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ബ്യൂട്ടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് ഡെയിലി ലൈഫ്. ഡെയിലി ലൈഫ് അതെ. അതിലിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല ഞാനൊന്നും. എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രത്യേകിച്ച് എക്സസൈസ്, നമ്മൾ രാവിലെ എണീക്കണ്, ഡ്യൂട്ടിക്ക് പോണേ, പിന്നെ ആവശ്യത്തിന് ഫുഡ് കഴിക്കണ്, തിരിച്ചു വരണേ, നാട്ടിലേക്ക് ഫാമിലിയൊക്കെ ഇട്ട് സംസാരിക്കണ്, വീണ്ടും കിടന്നുറങ്ങണ്, പിറ്റേന്ന് രാവിലെ വീണ്ടും എണീക്കണ്, അതേമാതിരി ഇങ്ങനെ പോകണം. ഓക്കെ, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് ഈ ലൈവ് വാച്ച് ചെയ്ത് എല്ലാവരുടെ അടുത്തും, അല്ലെങ്കിൽ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും പറയാണ്, നമ്മുടെ ഡെയിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഡെയിലി ലൈഫ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കാനുള്ള കാരണം നിങ്ങൾ എത്രത്തോളം ഡെയിലി ലൈഫിൽ ഫോക്കസ്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പലരെങ്കിലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകും, ഞാൻ ഡെയിലി ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ, രാവിലെ എണീക്കുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, അതുവരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ആർക്കോ വേണ്ടി ജീവിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊന്ന് മാറി ചിന്തിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകും. നാളെ തുടങ്ങാൻ വെച്ച കാര്യങ്ങൾ ഇന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് 2 റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ വീട് റിക്വസ്റ്റ് എടുക്കാൻ ഐ ഫീൽ 3 റിക്വസ്റ്റ്. പക്ഷെ 11 മണിക്ക് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യണം. Actually, I'm accepting but I'm not comfortable for the sitting and talking. If you have any, hello, it's audible. Hello, can you hear me now? Yeah, it's I have one request. First thing, this section is a talk show. Okay, talk show time is 10 to 11. So this time we are talking regarding the daily life and routine. So if you have any,
ஏதாவது பேசணும்னா பேசு. Okay, is it okay if I try with you hypnotism once? No, hypnotism not possible. No, it's just like 2 minutes. No, hypnotism no possible. Okay. So let me know about your daily life routine. Okay, my daily life routine or daily life topic? Sorry? Daily life routine or topic? Topic, daily Yeah, life this is topic. the topic actually. What about your daily life? டெய்லி லைஃப் வந்து நான் சொன்ன மாதிரி தான். நான் நல்லா ஸ்டேஜில் ஹிப்னோடைஸ் பண்ணுவேன். I'll do stage hypnotism. It's sorry. Okay, thank you, V. உங்களுக்கு Okay, I think he is into the wrong live section. He want to hypnotize me, but നടക്കൂല. ലൈവിൽ ഞാൻ കറങ്ങി വീഴൂല. ഓക്കെ, എന്നെ വീഴ്ത്താൻ എനിക്കല്ലാതെ വേറെ ആർക്കും പറ്റൂല. അപ്പൊ നമുക്ക് 2 റിക്വസ്റ്റ് ഉണ്ട്. 2 റിക്വസ്റ്റ് ഞാൻ പെട്ടെന്ന് എടുക്കുകയാണ്. ദാസ് ആൻഡ് ഉണ്ണി, പ്ലീസ് ആഫ്റ്റർ ദാറ്റ് ഐ നെവർ ആക്സെപ്റ്റ് എനി റിക്വസ്റ്റ്. 11 മണിക്ക് സ്റ്റോപ്പ്. യെസ് ദാസ്, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. സോ ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ്. അടുത്തത് ഉണ്ണിയാണ്. ഉണ്ണി, ലൈവിലോട്ട് സ്വാഗതം. എൻ്റെ ലൈവ് ലേറ്റ് ആയിട്ട് വാച്ച് ചെയ്ത ആളെടുത്ത് 10 മണി മുതൽ 11 മണി വരെയാണ് ലൈവ് സെക്ഷൻ ഉള്ളത്. 10 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെയും കാണാറില്ല. 11 മണിക്ക് ഉണ്ണിയെയും കാണുന്നില്ല. ഓക്കെ, കിട്ടുന്നില്ലേ? അപ്പം നമുക്ക് തൽക്കാലം ഇന്നത്തെ ഈ ഒരു ലൈവ് സെക്ഷൻ എൻഡ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലി സംസാരിച്ചതിന് ശേഷം ലൈവ് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കമൻസ് ഞാൻ നോക്കുന്നില്ല. നമ്മുടെ ഈ ഒരു ലൈവ് ഒരു ടോക്ക് ഷോ ആണ്. 10 മണി മുതൽ 11 മണി വരെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ഉണ്ടാകും. ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരമായിരിക്കും. ലേറ്റ് ആയിട്ട് ലൈവ് വാച്ച് ചെയ്ത ആളുകളെടുത്ത് ടോപ്പിക്സ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എടുക്കാം 10 മണിക്ക് വന്നാൽ. ആ 10 മണിക്ക് എടുക്കുന്ന ടോപ്പിക്കുമായിട്ട് 11 മണി വരെ നമുക്ക് മൂവ് ചെയ്യാം. പക്ഷേ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും പൊളിറ്റിക്സ് വേണ്ട, ഒരിക്കലും ലൈക്ക് വയലേഷൻ കണ്ടന്റ് വേണ്ട, ഒരിക്കലും അഡോൾട്ട് കണ്ടന്റ് വേണ്ട, ഒരിക്കലും ജനറൽ നോളജ് സംസാരിക്കേ വേണ്ട. നമുക്ക് എല്ലാവർക്കും ഈ ബിസി ലൈഫിൽ നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്, ഈ ബിസി ടോക്ക് എൻ്റെ കൂടെയാണ്. സോ ബിസി ടോക്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചുമ്മാ സംസാരിക്കാൻ ഒരു ഇടം, അത്ര മാത്രമേ ഉള്ളൂ. ഇതിലൊരു ഡിബേറ്റ് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. പിന്നെ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഒന്നും ആരും ഒന്നും കിട്ടിയിട്ടല്ല ചെയ്യുന്നത് അല്ലേ, ഒരു വൈബ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് പക്ഷേ ഈ വൈബിൻ്റെ അപ്പുറത്തോട്ട് ചില സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയ പദ്ധതി ഞാൻ തുടങ്ങുന്നുണ്ട്, ആയിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ടോക്ക് ഷോ ലൈക്ക് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, അഡ്വർടൈസ്മെൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫ്രീ ബിസിനസ് പ്രൊമോഷൻസ് നമുക്ക് ചെയ്യാം. അപ്പം നല്ല കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ബിസിനസ് പ്രൊമോഷൻസ് ചെയ്യാം. എൻ്റെ സെക്കൻഡ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം കോൺസെപ്റ്റിലോട്ട് ഒരു പ്രൊഡ്യൂസറെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അഭിനയിക്കാനുള്ള കാസ്റ്റിംഗ് കോൾ അധികം വൈകാതെ ഞാൻ ഇടുന്നുണ്ട്. പക്ഷെ നാട്ടിലായിരിക്കും ഷൂട്ട് ഉണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റേഴ്സ് സ്റ്റോറി ഇടാറുണ്ട്. സ്റ്റോറി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ബിസി ടോക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ വീണ്ടും കൺക്ലൂഡ് ചെയ്യുന്നു. എൻ്റെ ഡെയിലി ലൈഫ് ഷെഡ്യൂൾഡ് അല്ല, പക്ഷേ ഡെയിലി ലൈഫിൽ എനിക്ക് വേണ്ട 3 കാര്യങ്ങൾ, മെൻ്റൽ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എൻ്റെ ഡെയിലി ലൈഫ് സാധാരണ നടക്കുന്ന ജോലികളും കാര്യങ്ങളും. ഇത് 3ഉം എൻ്റെ ഡെയിലി റൂട്ടീനിൽ ഇൻക്ലൂഡിങ് ആണ്. പക്ഷേ എങ്ങനെ ഇപ്പം അതുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷെഡ്യൂൾഡ് അല്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി തുടങ്ങുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന പല പാവങ്ങളോടും പറയാനുള്ളത്, സ്വന്തം ജീവിതം മറന്നിട്ട് ആർക്ക് വേണ്ടി ജീവിച്ചാലും അതിൻ്റെ റിസൾട്ട് വലിയ ഭവിഷ്യത്തായിരിക്കും. ഓക്കെ അല്ലേ? കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്നത്തേക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യണം. നാളെ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.